ഏത് ഗുരുവിനെ കുറ്റം പറയുന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ നവഗുരുവിനെ, അമൃത ഗുരുവിനെ? താങ്കൾക്ക് തോന്നുന്നില്ലേ? താങ്കളിപ്പോ ഗുരുരത്നയുടെ പണം മേടിച്ചിട്ട്, അമൃതാചാര്യയുടെ പണം മേടിച്ചിട്ട് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? അവരുടെ ഒരു പണിയില്ലാത്ത താങ്കളല്ലേ? അല്ല, നിങ്ങൾക്ക് തെളിയിക്കാലോ. ശരണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം ശബരിമലയിലെ സ്വർണ്ണമോഷണേക്കാൾ വെല്ലുന്ന ശാന്തിഗിരിയിലെ ഗുരുവിൻ്റെ പ്രതിമ നിർമ്മിച്ചപ്പോൾ സ്വർണം മോഷ്ടിച്ചു വിറ്റ ആ ഒരു ചരിത്രം, അത് ഗുരുരൂപം ഉണ്ടാക്കിയ ആ ഒരു മെറ്റലിനെ ഞാൻ കാണിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോനെ ആസ്പദമാക്കി കഴിഞ്ഞ ദിവസം എന്നെ ഒരു അമൃത ഗുരുരത്ന ഭക്തൻ, ഗുരുവിശ്വാസി എന്ന് പറയുന്നത്, പക്ഷേ അന്ധമായിട്ട് ഈ അമൃതാചാര്യനെയും ഗുരുരത്നസ്വാമിനെയൊക്കെ വിശ്വസിച്ച് അവർക്ക് വേണ്ടി എന്ത് വിടുവേലയും ചെയ്യുന്ന അന്ധമായ ഭക്തർ, അന്ധം ഭക്തർ, അവരിലൊരാളായ ഒരു മോഹനൻ കോഴിക്കോട്, അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം വിളിച്ചിട്ട് തനിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇത് ചെയ്യാനും പറയാനുമൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്നിരുന്ന് ഈ ഓഫീസിലൊരു എന്താ പറയുക കസേര കയറിയിരുന്നുണ്ട്, എന്തും വിളിച്ചു പറയണമെന്നുള്ള ഒരു ഭാഷ്യം. അപ്പോൾ ആ വോയിസ് ഞാൻ ഇട്ടിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. കാരണം നമ്മൾ മോഷ്ടിക്കുന്നതല്ല കുറ്റം, മോഷ്ടിച്ചത് കണ്ടെത്തി പറയുമ്പോഴാണ് അത് കുഴപ്പം. മനസ്സിലായോ? എന്നുവെച്ചാൽ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽ വലിഞ്ഞു കയറിയിരുന്ന് ഗുരുവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന അമൃതാചാര്യൻ ഗുരുരത്നസ്വാമി, അതായത് ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സമ്പത്ത് മൊത്തം ഊറ്റിയെടുക്കുന്ന അട്ടയെ പോലെ, എന്ന് വെച്ചാൽ ഒരു മനുഷ്യരത്തിലെ ചോര ഊറ്റി കുടിക്കുന്ന അട്ടയെ പോലെ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ സ്വന്തം സുഖലോലുപതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ അമൃതാചാര്യൻ ഗുരുരത്നസ്വാമിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഗുരു കൊണ്ടുവന്ന ലോകനന്മയായ ഒരു ആശയത്തെ അതിൻ്റെ മുകളിൽ അടുത്ത അവകാശികൾ ഞങ്ങളാണെന്ന് പറഞ്ഞ് ഇല്ലീഗലായിട്ട് കയറിയിരുന്നുകൊണ്ട് ജില്ലാ രജിസ്റ്റർ ഓഫീസിലെ ബൈലോകളൊക്കെ തിരുത്തപ്പെട്ട് നശിപ്പിച്ച് ഇവർ ഒരു ഇല്ലീഗലായിട്ട് ഒരു അധികാരം സ്ഥാപിച്ച് കയറിയിരിക്കും. അങ്ങനെ കയറിയിരുന്നുകൊണ്ട് വിശ്വാസി പരമ്പരയും ലോകത്തിനെയും പറ്റിച്ച് പണം സമ്പാദിക്കുകയും സ്വർണവും സ്ഥാപന ജംഗമ വസ്തുക്കളും പറ്റിച്ച് മേടിക്കുകയും ദാനമായിട്ട് സ്വീകരിക്കും, പിടിച്ചു പറിക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പം അങ്ങനെ പോകുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഗുരുവിൻ്റെ നന്മ നമ്മൾ പറയുകയും ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തരായ നമ്മൾ, ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തരായ നമ്മൾ അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തും. കാരണം ഗുരു എന്തിനാണ് ഈ ലോകത്ത് വന്നത്, അതും ഗുരു പറഞ്ഞ ഗുരുവാണികളും ലോകത്തിന് നമ്മൾ പബ്ലിഷ് ചെയ്യും, നമ്മൾ പ്രചരിപ്പിക്കും, നമ്മൾ ആ ഗുരു കൊണ്ടുവന്ന ആശയത്തെ പ്രചരിപ്പിക്കും. അതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഗുരുവിൻ്റെ പേരിൽ വിശ്വാസമത്തിനെയും പൊതുസമൂഹത്തിനെയും പറ്റിച്ച് ജീവിക്കുന്ന ഇത്തിക്കണ്ണികളായ ഗുരുരത്നനെ അമൃതാചാര്യനെയും കുറിച്ച് നമ്മൾ പറയും. മനസ്സിലായോ? കാരണം നമ്മളുടെ ഗുരു ഇവരല്ല. ഗുരു ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ഐഡിയോളജിയിൽ ഫ്രെയിം ചെയ്തതാണ് ശാന്തിഗിരി ആശ്രമം. ആ ശാന്തിഗിരി ആശ്രമത്തിലാണ് ഇവർ കയറിയിരുന്ന് ഈ പറയുന്ന നിയമവിരുദ്ധ പല വൃത്തികേടുകളും കാണിക്കുന്നു. അനാവശ്യമായ ആൾക്കാർക്ക് മരുന്ന് കൊടുത്ത് ആൾക്കാരെ ബുദ്ധിമരവിപ്പിക്കുന്നു, ഭ്രാന്ത വരുത്തുന്നു. അതുകൂടാതെ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നു, സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നു, സമ്പത്ത് കൊള്ളയടിക്കുന്നു, സാമ്പത്തിക അതിക്രമങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ മദ്യകച്ചവടം ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ബാങ്ക് പ്രവർത്തിപ്പിച്ചിട്ട് ആൾക്കാരുടെ നിന്ന് പണം പിടുങ്ങിയിട്ട് ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാതെ വരുന്നു. പലിശ കൊടുക്കാമെന്ന് പറഞ്ഞാണ് പണം സ്വീകരിക്കുന്നത്. അതുകൂടാതെ ഓരോ വ്യക്തികളുടെയും സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്നു. സ്വത്ത് കിട്ടുന്നത് വരെ അവർക്ക് എല്ലാ പ്രിവിലേജും കൊടുക്കും. ഇപ്പം സ്വത്ത് കൊടുക്കാതെ നിൽക്കുന്ന പ്രിവിലേജ് സ്വീകരിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോളണം. കാരണം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ പേരിൽ ഒരുപാട് പണം സമ്പാദിച്ച് അതെല്ലാം അവരുടെ സ്വന്തം കുടുംബങ്ങളിലേക്ക്, അല്ലാതെ ഈ ചെല്ലപ്പൻ പിള്ളയും ഈ പറയുന്ന മണിയൻ നായരൊന്നും കോടീശ്വരന്മാരൊന്നും അല്ലായിരുന്നു. നിത്യവൃത്തിക്ക് കഴിയാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരായിരുന്നു. അവരുടെയൊക്കെ ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെയും സാമ്പത്തിക സ്ഥിതി അന്വേഷിച്ചാൽ മനസ്സിലായോ? നമ്മുടെ ഈ പറയുന്ന ഗുരു എന്താ പറയുക,
ഒരുപാട് കാര്യങ്ങളായിട്ട് കൊണ്ടുപോകുന്നതാണ് ഓരോ വ്യവസായ സ്ഥാപനങ്ങൾ. ഒരു വ്യവസായ സ്ഥാപനങ്ങൾ ഗുരു കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സേവനം ചെയ്തിട്ട്, അതായത് ഹോണറേറിയം കൊടുത്തുകൊണ്ടാണ് ഗുരു ഓരോ സ്ഥലത്തും ഓരോരുത്തരെ പ്രവർത്തിപ്പിച്ചത്. കാരണം നമ്മളുടെ വിശ്വാസി പരമ്പരയിൽ ആർക്കും ജോലിയിലായിരിക്കും, കർമ്മനിരതരായിരിക്കണം. പ്രാർത്ഥന വേണം, കർമ്മം വേണം. ഗുരു രണ്ട് സമന്വയിപ്പിച്ച കൊണ്ടുപോയത്. അപ്പോൾ വിശ്വാസികളായി നിൽക്കുന്നവർക്ക് കർമ്മമേഖലകൾ തുറന്നു കൊടുക്കുകയും അതിന് ഓരോരോ വ്യവസായ യൂണിറ്റുകൾ, ആയുർവേദം, പിന്നെ ഭഗ്നിനികേതൻ, കയർ ഫാക്ടറി, അതുകൂടാതെ തന്നെ ഓയിൽ മില്ല്, അങ്ങനെ വിവിധ തരം ഒട്ടനവധി വ്യവസായ സ്ഥാപനങ്ങൾ ഗുരു എല്ലാവർക്കും വേണ്ടി കർമ്മത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. അതെല്ലാം ഇവർ കൈയടക്കി വെച്ച് അതിനെല്ലാം നഷ്ടത്തിലാക്കി ഇവരെ കൈപ്പിടി നിർത്തി. കാരണം ലാഭകരമായ ആരും കൊണ്ടുവരാൻ ശ്രമിച്ചാലും നല്ല ആൾക്കാരുമുണ്ട് ഇവിടെ ആശ്രമത്തിനകത്ത്. പക്ഷെ അവർക്കാർക്കും ഈ പറയുന്ന അധികാരം കൊടുത്ത് ഗുരുവിന് വേണ്ടി പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇവരെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഈ അമൃതാചന്യം ഗുരുരത്നസ്വാമി. എന്നിട്ട് അവരുടെ ബന്ധുക്കളുടെ കയ്യിൽ നിൽക്കത്തക്ക രീതിയിൽ ആണ് ഈ സ്ഥാപനങ്ങളെല്ലാം കയ്യിൽ എല്ലാം മേൽത്തട്ടിൽ അവരുടെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഇതൊരിക്കലും വളരാൻ അനുവദിക്കത്തില്ല. ഗുരു കൊണ്ടുവന്ന സ്ഥാപനങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളുടെ കർമ്മദോഷം അഴിഞ്ഞു പോകാൻ വേണ്ടി കർമ്മം ചെയ്യാൻ, അതിന് എന്താ പറയുക, മാന്യമായി ജീവിക്കാനുള്ള വരുമാനം, ആർഭാടമായി ജീവിക്കാനല്ല, മാന്യമായി ജീവിക്കാനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടണം ഒന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ഇപ്പോൾ ആയുർവേദം തന്നെ എടുക്കാം, ആ മരുന്നുകൾ ലാഭത്തിന് വേണ്ടിയല്ല ഗുരു ഉണ്ടാക്കുന്നത്, ലോകനന്മ. ആ മരുന്ന് കഴിച്ച് പ്രാർത്ഥനാ നിർബലമായിട്ട് ഓരോ വിശ്വാസികൾ ഉണ്ടാക്കുന്ന മരുന്ന് കഴിച്ചിട്ട് ഓരോ രോഗികളുടെയും ആ അസുഖം മാറണം. പ്യൂരിറ്റിയുള്ള മരുന്നുകളാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ലാഭം നോക്കി എല്ലാത്തിനും കൃത്രിമത്വം ഉണ്ടാക്കാൻ തുടങ്ങിയവർ. മനസ്സിലായോ? ഗുരു കൊണ്ടുവന്ന ആ യോഗങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് മരുന്നിൻ്റെ ഗുണനിലവാരത്തെ പാടെ തള്ളിക്കൊണ്ട്. കാരണം ഗുരു ഒരു മരുന്നുണ്ടാക്കാൻ 200 കൂട്ടം ഐറ്റംസ് വേണമെങ്കിൽ ആ 200ഉം കൃത്യ അളവിൽ ചേർത്തിട്ടാണ് ഒരു മരുന്നുണ്ടാക്കുന്നത്. ഇന്നതല്ല. ഇന്ന് അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കുറേ ഔഷധക്കൂട്ടുകൾ കട്ട് ചെയ്തുകൊണ്ട് സുലഭമായി കിട്ടുന്നത് മാത്രം ഉപയോഗിച്ചാണ് ഇന്ന് മരുന്നിറക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? ആ മരുന്നിൽ കൃത്രിമത്വം വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞു പോയി. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അരൂർ കയർ ഫാക്ടറി ചെന്ന് കാണണം, സഹതാപം തോന്നും നമുക്ക്. കാട് പിടിച്ച് അവിടെ കയറല്ല നടക്കുന്നത്, വേറെ എന്തൊക്കെയോ ബിസിനസ്. പിന്നെ അതിനകത്ത് രഹസ്യമായിട്ട് വല്ല മദ്യ ഫാക്ടറിയാണെന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഓയിൽ മില്ല്, ഗുരു കൊണ്ടുവന്ന ഓയിൽ മില്ല് എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് ഗുരു ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഒരു തെങ്ങിൽ നിന്ന്, ഒരു നാളികേരത്തിൽ അല്ല, ഒരു തെങ്ങിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുമെന്നുള്ളത് ഗുരു പറഞ്ഞ അന്ന് ആ ഉദ്ഘാടന വേളയിൽ ഗുരു പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായോ? നമുക്ക് തേങ്ങ മടലിൽ വെച്ച് നമുക്ക് കയർ ഉണ്ടാക്കണം, പോള വെച്ച് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കണം. ഈ എന്താ പറയുക, തേങ്ങയുടെ പുറത്തുള്ള ഇതുണ്ടല്ലോ, ഒരു പോള, ചകിരി കയറും, പിന്നെ ചകിരിച്ചോറ്, നമ്മുടെ എന്താ പറയുക, ഓരോ ഐറ്റംസും, ഈർക്കിലി, കോഞ്ഞാട്ട, കൊലഞ്ഞി, അങ്ങനെ സകലമാന ഒരു തെങ്ങിൽ നിന്ന് എന്തെല്ലാം കിട്ടും, നമ്മൾ വേസ്റ്റ് എന്ന് കരുതുന്ന എല്ലാ സാധനങ്ങളും അവിടെ പ്രോഡക്റ്റാക്കി മാറ്റാനുള്ള ഒരു വലിയൊരു ലക്ഷ്യത്തിലാണ് ഗുരു അന്ന് അവിടെ സംസാരിച്ചത്. മനസ്സിലായോ? ഇന്നിപ്പോൾ അവിടെ ഒരു ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞൊരു സാധനം കെട്ടിവെച്ചേക്കുന്ന സ്ഥലത്ത് ഒരു 4 നില ബിൽഡിങ്, ആ 4 നില ബിൽഡിങ്ങിൽ ഓരോ നിലയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പോലും ഗുരു അന്നത്തെ ആ ഒരു പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കൊപ്ര ഉണക്കുന്നത്, തേങ്ങ വെട്ടുന്നത്, ആ തേങ്ങ വെള്ളം പാനീയമായിട്ട് നമ്മൾ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ട്രീറ്റ് ചെയ്ത്, കെമിക്കലൊന്നും ഇല്ലാതെ ട്രീറ്റ് ചെയ്ത് പാനീയമായിട്ട് കൊടുത്ത് അത് ആൾക്കാർക്ക് കുടിക്കാൻ പറ്റിയ രീതിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ചിരട്ട പൊടിക്കുന്ന കാര്യം, ചിരട്ടയിൽ നിന്ന് ഓയിൽ എടുക്കുന്ന കാര്യം, അങ്ങനെ വിവിധ കാര്യങ്ങൾ ഗുരു പറഞ്ഞിരുന്നു. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ഗുരുവിൻ്റെ വലിയൊരു സങ്കല്പവും ലക്ഷ്യവും അതിനെ തകർത്തുകൊണ്ട് ലോകനന്മയ്ക്ക് വേണ്ടി തുരങ്കം വെച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് നമ്മൾ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ, പിടിച്ചു പറിച്ചെന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കൾ, എൻ്റെ അച്ഛനാകെ 10 സെൻറ്റ് സ്ഥലമാണ് അദ്ദേഹം പണിയെടുത്തുണ്ടാക്കിയത്. അതായത് ചെമ്മീൻ ബിസിനസ് ചെയ്ത് പണ്ട്. അത് ഗുരു പറഞ്ഞിട്ടാണ് ചെമ്മീൻ ബിസിനസ് പിന്നെ നിർത്തിയത്. നല്ല സമ്പന്നതയിൽ നിൽക്കുമ്പോഴാണ് ഗുരു പറഞ്ഞത് ചെമ്മീൻ വ്യവസായം വേണ്ട, നീ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അത് ശിരസ വഹിച്ചുകൊണ്ട് അച്ഛൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നീ ഒരു ചായ കച്ചവടം ചെയ്യാൻ പറഞ്ഞ് ഒരു ചായക്കച്ചവടം ചെയ്ത് സമ്പന്നതയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് അച്ഛൻ പോയി. പക്ഷെ എന്നാലും അച്ഛൻ ആ ഗുരുവിൻ പറഞ്ഞ വാക്കിനെ പാലിച്ചു. അങ്ങനെ അച്ഛൻ അന്ന് ഉണ്ടാക്കിയ 10 സെൻറ്റ് സ്ഥലവും ഒരു കൊച്ചു വീടും ഉണ്ടായിരുന്നു. ആ കൊച്ചു വീടും അമൃതാജന്യ 2003 സ്വന്തം പേരിൽ എഴുതി മേടിച്ചു. സ്വന്തം പേരിൽ. മനസ്സിലായോ?
അതെന്താണ് എഴുതിയേക്കുന്നത് പോലും ചോദിച്ചില്ല. കാരണം താമരപ്പർണശാലയുടെയും ഗുരുവിൻ്റെ രൂപത്തിൻ്റെ പണി നടക്കണമുണ്ട്. ഇപ്പം പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും. ഇപ്പം എൻ്റെ അപ്പം വിവാഹം കഴിഞ്ഞ് നടക്കുന്ന സമയമാണ്, അന്നാണ് ഇത് ബാർഗെയിൻ ചെയ്തത്. അതൊരു കാര്യം ചെയ്യും, എൻ്റെ പേരിൽ എഴുതി തന്നിട്ട് എൻ്റെ ഭാര്യയുടെ പറമ്പിൽ എൻ്റെ മരിച്ചുപോയ ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ട് കാർ ആക്സിഡൻറ്റിൽ പെടുത്തിയ എൻ്റെ അനിയനെ കൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഷെഡ് വെപ്പിച്ച്, വീട് വെക്കേണ്ട ഒരു ചെറിയ ഷെഡ് വെച്ചാൽ എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഒരു കൊച്ചു കുടിൽ പോലത്തെ ഒരു വീട് വെച്ച് അനിയൻ. എന്നിട്ട് അതിലാണ് എൻ്റെ അച്ഛനും അമ്മേനെ താമസിച്ചത്, അച്ഛൻ മരിക്കുന്നവർ. എന്നിട്ട് ഇവരത് വാക്ക് പാലിക്കാതെ അച്ഛനെ പറ്റിച്ച്. മനസ്സിലായോ? ഇത് ദാനമായിട്ട് എഴുതി മേടിച്ചേക്കണേ. നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഇപ്പോൾ എടുപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലായത്. അമൃതാജിന്യ എന്ന് പറയുന്ന വഞ്ചകി, ഭൂലോക വഞ്ചകി. മനസ്സിലായോ? എൻ്റെ അച്ഛനെ പറ്റിച്ച ഭൂലോക വഞ്ചകിയാണ് ഈ അമൃതാജിന്യ. അതിന് കൂട്ടു നിൽക്കാനായിട്ട് ഒരു ആത്മീയ ഗുണ്ട എന്നുള്ള രീതിയിൽ മഞ്ഞ വേഷം പൊതിപ്പിച്ച ഒരു ഗുരുരത്നൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ, ശ്രീലമ്പടൻ, മദ്യക്കച്ചവടത്തിൻ്റെ സൂത്രധാരകൻ. മനസ്സിലായോ? ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ഗുരു എന്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ആ വൃത്തികേടെല്ലാം ചെയ്യുന്നവനാണ് അവൻ. ആർക്ക് വേണ്ടി? ഈ അമൃതാജിനിക്ക് വേണ്ടി. മനസ്സിലായോ? അപ്പം ഇതൊക്കെ വെളിച്ചത്ത് വരും. ഇതൊക്കെ ഒരു പ്രതീകം മാത്രം. എൻ്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകം മാത്രമാണ്. ഇതുപോലെ ഏക്കർ കണക്കിന് മേടിച്ചിട്ട് ഈ മേലാറ്റൂഴി മണിയൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹമുണ്ട്. അദ്ദേഹം ആശ്രമത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ആശയങ്ങളിൽ ആകൃഷ്ടനായി ഗുരുവിൻ്റെ. അങ്ങനെ അദ്ദേഹം ഇവിടെ കൃഷിയിൽ വന്ന് ഞാനിവിടെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം 25 ഏക്കറിൽ പിന്നെ വിഷമടിച്ച് മരിച്ചെന്ന് അറിഞ്ഞത്. അദ്ദേഹത്തിന് 2 ഏക്കറോളം ഭൂമിയാണ് മേലാറ്റൂഴിയിൽ ആശ്രമം ദാനമായിട്ട് എഴുതി മേടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കരുവേപ്പിലയായി. അദ്ദേഹത്തിന് ബന്ധുക്കൾക്ക് പോലും 1 സെൻറ്റ് ഭൂമി കൊടുത്തില്ല. അത് ഒരു ആറിൻ്റെ ഇരുവശവും ഞാൻ പോയി കണ്ടിട്ടുള്ള ഭൂമിയാണത്. കൃഷിയോഗ്യമായ റബ്ബറുള്ള ഒരുപാട് വെള്ളമുള്ള ആ സ്ഥലം, ലക്ഷങ്ങളോ കോടികളും വിലമതിക്കുന്ന ആ സ്ഥലമാണ് ഇവർ ദാനമായിട്ട് എഴുതി മേടിച്ചത്. എന്നിട്ട് അദ്ദേഹം തെരുവ് പട്ടിയെ പോലെ ഈ 25 ഏക്കറിൽ മരിച്ചു കിടന്ന കണ്ടു, കുരുടാനെന്തോ വിഷമടിച്ചിട്ട്. മനസ്സിലായോ? അന്വേഷണങ്ങളൊന്നും പോയില്ല. കാരണം വെച്ചാൽ എന്താണ്? എല്ലാ സ്ഥലത്തും പിടിയുണ്ട്. കാരണം ഈ ഫ്രീ ചികിത്സകൾ കൊടുത്ത് നേതാക്കന്മാർക്കായാലും കൊള്ളാം, പോലീസ് സംവിധാനത്തിനായാലും കൊള്ളാം, ഇതേപോലെ ക്രിമികീടങ്ങളായ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം ഗുരു ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ ഫ്രീ സുഖചികിത്സകൾ, എല്ലാ തരത്തിലുള്ള സുഖചികിത്സകളും കൊടുത്ത് അവരെയൊക്കെ സോപ്പിട്ട് അതെല്ലാം അടക്കി വെക്കും. അതല്ലേ ജയറാം ഡോക്ടറിൻ്റെ ഭരണം പോലും എന്താണ് ആത്മഹത്യയായിട്ട് മാറിയത്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ നടക്കുന്ന ഒരു കൊള്ളസങ്കേതത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത്, നമ്മൾ അറിഞ്ഞ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഈ പറയാത്തത് കൊണ്ട് നമ്മൾ ഭാവികളാണ്. മനസ്സിലായോ? ഇപ്പോൾ ആശ്രമത്തിൽ ഒരുപാട് ആൾക്കാർ ദാനം കൊടുക്കുന്നുണ്ട്, ഒരുപാട് സമർപ്പണം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ നിർബന്ധിത പിരിവാണ്. കാരണം കോവിഡൊക്കെ വന്ന് ആകെ തട്ടസമർപ്പണവും ഗുരുദർശനവും ഒക്കെ, പണ്ട് 3.5 കോടി രൂപയാണ് ഗുരുദർശനം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ ബന്ധുക്കളും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു വല്യമ്മ പോയി കൊണ്ട് വല്യച്ഛന് കിട്ടുന്ന ആ ഒരു പെൻഷനിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ, വലിയൊരു സംഖ്യ കൊണ്ട് ഇവർക്ക് എല്ലാ മാസവും കൊടുക്കും തട്ടസമർപ്പണം. അങ്ങനെ ഈ അമൃതാജിന്യക്ക് കോവിഡിന് മുമ്പ് 3.5 കോടി രൂപ കിട്ടുമായിരുന്നു. തട്ടസമർപ്പണം എന്നുള്ള രീതി, ഗുരുദർശനം എന്നുള്ള രീതി തട്ടസമർപ്പണമാണ് പ്രധാനം. അതിന് ലിക്വിഡ് ക്യാഷ് 3-3.5 കോടി എല്ലാ മാസവും കിട്ടും. അതുകൂടാതെ സ്ഥാപന ജംഗമ വസ്തുക്കൾ, സ്വർണം, വെള്ളി, അമൂല്യമായ പല കാര്യങ്ങളും. മനസ്സിലായോ? ഇതെല്ലാം സ്വകാര്യപരമായി അവരുടെ കുടുംബങ്ങളിലേക്കാണ് പോണേന്നുള്ളത് സാധാരണ ഭക്തജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇതൊരു കാര്യം മനസ്സിലായി. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ നിർബന്ധിത പിരിവാണിപ്പോൾ കോവിഡിന് ശേഷം ദാരിദ്ര്യത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ആ തട്ടസമർപ്പണവും ഗുരുദർശനവും വരാത്തത് കൊണ്ട്, ഗുരുദർശനത്തിന് ആൾ വരാത്തത് കാരണം വെച്ചാൽ കോവിഡ് വരുന്നതിന് മുമ്പ് ഒരു ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു, ഈ അമൃതാജിന്യനെ കണ്ടില്ലെങ്കിൽ ശ്വാസം കിട്ടൂലെന്നുള്ളത്. കാരണം ഈ ഡ്രഗ്സ് അടിച്ച ആൾക്കാരെ പോലെ, ഈ സിഗരറ്റ് വലിയ മദ്യപാനം, ഈ ഡ്രഗ്സ് അടിക്കുന്ന ആൾക്കാർക്ക് ആ സമയത്ത് അതിൻ്റെ ലഹരി കിട്ടിയില്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഈ അമൃതാജിനെ കണ്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആ വൈബ്രേഷനിൽ നിന്ന് ഇത് വരുമ്പോഴത്തേക്കും അങ്ങനെ കൊണ്ട് എന്ത് സമർപ്പിക്കും. മനസ്സിലായി? നമ്മളൊക്കെ ആ ഒരു സമയത്ത് അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഇതെല്ലാം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടെത്തിയപ്പോഴാണ് അതിൻ്റെ അപകടം നമുക്ക് മനസ്സിലായി. കാരണം നമ്മളിപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ 10% ഗുരുവിന് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഗുരു പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വരുമാനത്തിന് പിടിച്ചു പറിക്കാനല്ല, വരുമാനത്തിൻ്റെ ഉള്ളത്. ഇപ്പോൾ 1 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ 10,000 രൂപ, 10,000 രൂപ കിട്ടുകയാണെങ്കിൽ 1000 രൂപ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കോവിഡിന് ശേഷം ദാരിദ്ര്യപരമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് സുഗലവല്ലഭതയിൽ ആറാടാൻ പറ്റുന്നില്ല. അപ്പോൾ
ഈ എല്ലാവരുടെയും കർമ്മദോഷം മാറാൻ വേണ്ടി, ഓരോ മാസത്തെ കർമ്മദോഷം മാറാൻ വേണ്ടി ഓരോ മാസവും ഒരു നിശ്ചിത തുക കൊടുക്കണമെന്നാണ് പറയുന്നത് നിർബന്ധിതമായിട്ട്. നിങ്ങളൊരു കാര്യം, വിശ്വാസമോ ഒരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ വാക്കുകളൊന്നും എടുക്കണ്ട. പക്ഷെ ഗുരു പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഗുരുവാണികളിലൂടെ ശ്രമിക്കാൻ പറ്റും. കാരണം നമ്മൾ എന്നും ഗുരുവാണികൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ഗുരുവാണികൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗുരു എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത്. ഗുരു പറഞ്ഞിരിക്കുന്നത് 10% കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധിതമല്ല, നമുക്കുള്ളതെന്ന് നമ്മുടെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത്. അത് നല്ല കാര്യത്തിനും ആശ്രമത്തിൽ ഗുരു ശരീരത്തോട് ഇരുന്നപ്പോൾ നല്ല കാര്യത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതുകൊണ്ട് പെണ്ണ് പിടിക്കുകയോ അതുകൊണ്ട് മദ്യക്കച്ചവടം ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മദോഷം നമ്മളിൽ വരും. മനസ്സിലായോ? അതേസമയത്ത് അതിലൂടെ അയാൾ ഒരു പുണ്യപ്രവൃത്തി ചെയ്താൽ ആ പുണ്യം നമുക്കും കിട്ടും. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ദാനം കൊടുക്കാനായിട്ട്. ഇന്നെന്ന് പറഞ്ഞാൽ ഇവർ മദ്യക്കച്ചവടം ചെയ്യുന്നുണ്ട്, സ്ത്രീ വിഷയങ്ങളിൽ അഡിക്റ്റാണ് ഈ ഗുരുരത്നനൊക്കെ എന്ന് പറഞ്ഞാൽ. കാരണം സ്നേഹം എന്ന് പറയുന്ന ഒരു പത്മപ്രകാശസ്വാമി 2018 പുറത്തുവിട്ട ആ ഒരു വോയിസ് ക്ലിപ്പിൽ എല്ലാം ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഗുരു ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ പോകുന്നെങ്കിൽ അതിൻ്റെ കർമ്മദോഷം കൊണ്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് വിശ്വാസം മുഖം ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കേൾക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഒന്നും കൊടുക്കാതിരിക്കരുത്. കാരണം ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ എന്താ പറയുക, തിരി കത്തിക്കുന്നതായാലും കൊള്ളാം, മറ്റേ എണ്ണ മേടിക്കുന്നതായാലും കൊള്ളാം, ആ ദൈനംദിന പ്രവർത്തനങ്ങളും ഗുരുവിൻ്റെ വിശ്വസിച്ച് നിൽക്കുന്നവർക്കുള്ള അന്നവും മുടങ്ങാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നവർ 1000 കൊടുക്കുക. കാരണം ഗുരു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അധികം പണം വരരുത്. അധികം പണം വന്നാണ് ഈ പ്രസ്ഥാനത്തിന് അപജയം ഉണ്ടായത്, കള്ളന്മാർ വന്നത്. മനസ്സിലായോ? കാരണം ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഗുരു പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒരു കല്ല് വിറ്റാൽ മതി ഇവിടുത്തെ ഒരു ദാരിദ്ര്യം തീരാനെന്നാണ് പറഞ്ഞത്. അല്ലെന്ന് വെച്ചാൽ രത്നങ്ങൾ, വൈഡൂര്യങ്ങൾ, അങ്ങനെ ഒരുപാട് മാണിക്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, അമൂല്യ വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം ഉണ്ടോയെന്ന് ദൈവത്തിനറിയാം. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ എല്ലാവരിലും എത്തിക്കാനായിട്ട് ഗുരുവിൻ്റെ നന്മയും ഇന്ന് ഇവർ കാണിക്കുന്ന തിന്മയും നമ്മൾ പറയും. അതിപ്പോൾ ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ശബരിമലയിലെ സ്വർണ്ണ മോക്ഷത്തേക്കാൾ വെല്ലുന്ന ശാന്തിഗിരിയിലെ ഈ ആവരണ സൗധത്തിൻ്റെ ഈ സ്ഥാപന ഭരണശാലയുടെ സാമ്പത്തിക ക്രമക്കേടുകളും ഈ സ്വർണ്ണ സമാഹരിച്ചിട്ട് ഇവർ വിറ്റ കാര്യവും പറഞ്ഞത്. കാരണം എല്ലാവരോടും പറഞ്ഞ് 72 കിലോ സ്വർണ്ണത്തിൽ ഗുരുവിൻ്റെ സ്വർണ്ണ രൂപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് വേറൊരു മെറ്റീരിയൽ ഗുരുവിൻ്റെ സ്വർണം പൂശിയ എന്ന് വെച്ചാൽ സ്വർണം ഒന്ന് പ്ലേറ്റ് ചെയ്ത പോലത്തെ ഒരു രീതിയിലുള്ള ഒരു വിഗ്രഹമാണെന്ന് ഞാനത് പറഞ്ഞു. അത് തന്നെയല്ല, ഈ വിഗ്രഹം എന്നുള്ള കൺസെപ്റ്റ് ഗുരുവിന് ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് കൊണ്ടുവരികയും ഈ സ്വർണ്ണ തട്ടിപ്പിന് വേണ്ടി അത് കൊണ്ടുവരികയും ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഞാനത് വിശദമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിൽ വിളറി പൂണ്ട ഈ അമൃത ഗുരുരത്ന ഭക്തനായ അവരുടെ നിർദ്ദേശപ്രകാരം ഒരാളെന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാനൊന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ടൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഹലോ 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 ഇതാരാണ്? ഇതാരാണ്? ആരാ സംസാരിക്കുന്നത്? ഇതാരാ വിളിച്ചത്? ഇത് ഞാൻ കോഴിക്കോട് നിന്ന് വിളിക്കുന്നതാണ്. എന്റെ പേരെന്താ? എന്റെ പേര് മോഹനൻ. മോഹനാണ്. എന്റെ പേര് ചന്ദ്രബാബു ചിത്തേക്കൻ. ആ, ഓക്കെ ഓക്കെ. നിങ്ങൾ ഈ വീഡിയോ ഇടുന്നത് ആശ്രമത്തിനെ പറ്റി ഇങ്ങനെ എന്തെന്ന് ഈ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ ഇടുന്നുണ്ടല്ലോ ഇപ്പൊ? ഒരു എന്തോ പുതിയൊരു ഗോൾഡിന്റെ ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്നൊക്കെ കാണിച്ചിട്ട്, അത് എവിടുന്ന സ്ഥലം? അത് ഏത് സ്ഥലം? ഗോൾഡിന്റെ ഗ്രൈൻഡ് ചെയ്യുന്ന നിങ്ങളത്? ഗോൾഡല്ല, അത് വേറൊരു മെറ്റലാണ്. ഞാൻ പറയുന്നുണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ. അതെ, അതിപ്പോ നിങ്ങൾ അതെന്താ സാധനം? അത് അതൊരു പ്രത്യേകതരം മെറ്റല്, അതുകൊണ്ടാണ് ഗുരു രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടെ ഉള്ള സമയത്തല്ലേ ഞാനിവിടെ ഉള്ള സമയത്തല്ലേ ഇത് നടക്കുന്നത്. ഇത് ഗുരുവിന്റെ രൂപം ഉണ്ടാക്കുന്നതാണോ? എന്തോ ഗുരുവിന്റെ രൂപം ഉണ്ടാക്കുന്ന ഇതെല്ലാം വിശ്വാസിയാണോ? ഓ, വിശ്വാസിയാണ്. നമ്മൾ ആശ്രമത്തിൽ അത്യാവശ്യം പോകുന്നതാണ്. അല്ല, എന്താ സംശയം എന്താണ്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ല, നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ല ഭായി. താങ്കൾക്ക് ചോദിക്കാനുള്ള വേറെ പണിയൊന്നുമില്ലേ? അല്ല, അതാ ചോദിക്കുന്നത്. വേറെ ഒരു പണിയുമില്ല.
അല്ല എന്താ കാര്യം എന്താ താങ്കളിന്ന് വിളിച്ച് ചോദിക്കാൻ എന്താ കാര്യം? താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്തറിയാം? അല്ല നമുക്ക് അതിനെ ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? ഒരു പണിയില്ലേ? അല്ല പണിയില്ല. എന്തേ പണിയില്ല? രാവിലെ എണീച്ചിട്ട് ഒരു അത് തന്നെ പണി. ഇത് തന്നെ പണി. താങ്കൾക്ക് എന്താണ് നഷ്ടം? എന്താണ് താങ്കൾക്ക് എന്താ നഷ്ടം? താങ്കൾക്ക് എന്താ നഷ്ടം? എന്താണ്? ഒരു പണിയുമില്ല. അല്ല താങ്കൾക്ക് എന്താ നഷ്ടം? താങ്കളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? താങ്കളെ കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറയും. ഒരു ബോധ്യമില്ല, വെറുതെ. അതെന്താ ബോധ്യമില്ല? താങ്കൾക്ക് എങ്ങനെ അറിയാം എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായില്ല? താങ്കൾക്ക് എങ്ങനെ അറിയാം? കൂടിയ മാതിരി ഇങ്ങനെ വെറുതെ അടിച്ചു വിടുക ആൾക്കാർ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി. പറ്റിക്കാൻ ആൾക്കാരെ പറ്റിക്കണം. നിങ്ങളുടെ ഈ പറയുന്ന ആൾക്കാരല്ലേ ഈ കച്ചവടം നടക്കട്ടില്ലേ? എന്തോ ശബരിമല പ്രശ്നം നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ശരിക്കും. അതുകൊണ്ടൊന്നുമല്ല താങ്കൾക്ക് എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറയും. ഉദ്ദേശമില്ല. എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം ആൾക്കാരെ പറ്റിക്കുമ്പോഴേ മാന്യമായിട്ട് പറ്റിക്കണം. മനസ്സിലായോ? ഗുരുവിന്റെ ഇത് ഇല്ലാതെ പറഞ്ഞിട്ട് പൈസ കിട്ടാൻ യൂട്യൂബിൽ വരുമാനം എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പാടില്ല. യൂട്യൂബിൽ വരുമാനം നിങ്ങൾക്ക് ഇതാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെന്ന് അത് നിങ്ങളെ പോലെയുള്ളവരാണ്. യൂട്യൂബിൽ നിന്ന് പലതും കിട്ടും. യൂട്യൂബിൽ നിന്ന് കാശ് മാത്രമല്ല പലതും കിട്ടും. യൂട്യൂബിൽ നിന്ന് പലതും കിട്ടും. പോയിന്റ് കിട്ടുമല്ലോ. ആ പൈസ എടുത്തില്ല ഗുരുവിനെ കുറ്റം പറഞ്ഞിട്ടാണ് ആ പൈസ. ഏത് ഗുരുവിനെ കുറ്റം പറയുന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ നവഗുരുവിനെ, അമൃത ഗുരുവിനെ. താങ്കൾക്ക് തോന്നുന്നില്ലേ? താങ്കളിപ്പോ ഗുരുരത്നയുടെ പണം മേടിച്ചിട്ട് അമൃതയുടെ പണം മേടിച്ചിട്ട് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? അവരുടെ ഒരു പണിയില്ലാത്ത താങ്കളല്ലേ? അല്ല നിങ്ങൾക്ക് തെളിയിക്കുന്നത്. നിങ്ങൾക്ക് തെളിയിക്കാൻ പാടില്ല. എന്തറിയുന്ന ആൾക്കാർ ഒരറിയുന്നില്ല. നിങ്ങളൊക്കെ മണ്ടന്മാരാണ്. അല്ലെങ്കിൽ മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നില്ല. ഒന്നെങ്കിൽ മണ്ടന്മാര്, അല്ലെങ്കിൽ മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ അടിമക്കണ്ണുകളാണ് നിങ്ങൾ. മനസ്സിലായ? അടിമക്കണ്ണുകൾ. ഗുരുരത്ന അമൃതായനിക്ക് വേണ്ടി പണിയെടുക്കണ അമൃതക്കണ്ണുകൾ. ഇപ്പൊ വിളിക്കുന്നത് എന്തോ അത് തന്നെ എന്താണിപ്പോ? അത് തന്നെ സത്യവിരുദ്ധമാണെങ്കിൽ തെളിയിക്കുന്നത്. നിങ്ങൾ തെളിയിക്കാൻ പാടില്ല. നിങ്ങൾക്ക് സത്യവിരുദ്ധമാണെങ്കിൽ തെളിയിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കും. ചങ്കുറ്റം ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ തെളിയിക്കും. അല്ലെന്ന് തെളിയിക്കും. എന്തിനാണ് ഈ ജനസമൂഹത്തിനെ പറ്റിച്ച്, വിശ്വാസ സമൂഹത്തിനെ പറ്റിച്ച് ഈ പറയുന്ന ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ അതല്ലേ പറയുന്നത്. ധൈര്യം ചങ്കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങളെ തെളിയിക്കും. മനസ്സിലായ? ആണത്തോടെ തെളിയിക്കുക. മനസ്സിലായില്ലേ? ആണത്തോടെ തെളിയിക്കും. മനസ്സിലായില്ലേ? അതെ രാവിലെ എഴുന്നേറ്റ് ഒരു സത്യം പറയുമ്പോ അത് കള്ളമാണെന്നും പറഞ്ഞ് പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് വികാരം? നിങ്ങളാരാണ്? നിങ്ങൾ വെറും ഒരു ക്രിമികീടമായ ഒരു വിശ്വാസി. ഇവരുടെ അടിമക്കണ്ണ്. അത്രയല്ലേ ഉള്ളു. അല്ലാതെ താങ്കളാരാണ്? എനിക്ക് പണിയുണ്ട് തിരക്കണ താങ്കളല്ലല്ലോ, ഞാനല്ലേ. താങ്കളുടെ വീട്ടിൽ വന്നോ? എനിക്ക് പണിയില്ല എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ താങ്കളുടെ വീട്ടിൽ വന്നോ? താങ്കളുടെ വീട്ടിൽ ഞാൻ വന്നാ താങ്കളുടെ വീട്ടിൽ വന്നോ ചോദിച്ചോ? എന്തെങ്കിലും ചോദിച്ചോ? താങ്കളുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ചോദിച്ചോ? മനസ്സിലായോ? പൈസ പലതും കിട്ടും. കേട്ടില്ലേ? മോഹനൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു എന്താ പറയുക അന്ധമായിട്ടുള്ള വിശ്വാസിയാണ് ഈ അമൃതാജിൻ്റെയും ഗുരുരത്ന സ്വാമിയുടെയും. ഇയാളെപ്പോലത്തെ മണ്ടന്മാരുള്ളിടത്തോളം കാലമാണ് ഇതൊന്നും വിശ്വസിക്കാതെ അതൊന്നും അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു പോയി അവനോടൊന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. അല്ലാതെ അയാളുടെ സ്വയബുദ്ധിക്ക് വിളിച്ചതല്ല. പിന്നെ ഇതേപോലെയല്ല സത്യം അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് വിളിക്കുന്ന ഒരുപാടുണ്ട്. ഇതേപോലുള്ള ആൾക്കാരെ അപൂർവമായിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ വിളിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, അറിയാൻ വേണ്ടി വിളിക്കുക. അതല്ലാതെ നമ്മളെ ഈ ചീത്ത പറയാൻ വേണ്ടി വിളിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഈ അമൃതാജിൻ്റെയും ഗുരുരത്ന സ്വാമിക്കും വേണ്ടി എന്താ കാര്യമുള്ളത്? ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ അത് നമ്മുടെ എക്സിക്യൂട്ടീവിൽ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞു. ഇതാരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ ഒരമ്മയുടെ അതിൻ്റെ പ്രതികരണം കൂടി ഇട്ടിട്ട് ഞാൻ ബാക്കി പറയാം. മനസ്സിലായോ? അപ്പോൾ ആ അമ്മ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇയാളുടെ നമ്പർ കൊടുക്കാനാണ്. നമ്പറൊന്നും കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പക്ഷേ ഇതേപോലെ കാര്യങ്ങൾ പറയും. പൊതുമധ്യത്തിൽ ഇന്നയാളുടെ നമ്പറും കാണിച്ചിട്ടാണല്ലോ ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഉൾപ്പെടെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും ഉണ്ട്. അതൊക്കെ നല്ല കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു അവസരമാണ്.
ഇതുപോലെ പറയാനാണ്. ഇങ്ങനെയൊക്കെ പ്രതികരണം വരും. അപ്പോൾ പ്രതികരണം വരുമ്പോൾ അവർ എന്താ പറയുക, തിരിച്ച് ഇതിനുള്ളൊരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ അമ്മ പറയണത് കേട്ടിട്ട് ഞാൻ ബാക്കി പറയും. സർഗുരുവേ ശരണം. ചന്ദ്രബാബുവിനെ കസേരയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ശാന്തിഗിരി ആശ്രമത്തിൽ നിന്നും നിരവധി ജനങ്ങളെ പുറത്താക്കി, അടിച്ചും ഭീഷണിപ്പെടുത്തിയും ശമ്പളം കൊടുക്കാതെയും എല്ലാ വിധത്തിലും അങ്ങനെ വേദനിച്ച് കഴിയുന്ന ജനങ്ങളാണ് ചന്ദ്രബാബുവിനെ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. ശാന്തിഗിരി ആശ്രമത്തിനകത്ത് ഈ ജനങ്ങളുടെ മുഴുവനും സ്വത്തും അവരുടെ പണവും അവരുടെ കഠിനാധ്വാനവും അവരുടെ കർമ്മവും വേദനയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിന്ന ജനങ്ങൾ അവരുടെ മുതലുകൾ കൈവശപ്പെടുത്തിക്കൊണ്ട്, ആ ഗുരുവിൻ സമർപ്പിച്ച മുതലുകൾ കൈവശപ്പെടുത്തിക്കൊണ്ട് സർവ്വകളവിനും ചതിക്കും കൊള്ളുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്ന വ്യക്തികൾ ധൈര്യം ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ട് നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ. പ്രതിമ അവിടെ ഉണ്ടല്ലോ, അത് മാറ്റുരയ്ക്കുമ്പോൾ അതിൻ്റെ സത്യം പുറത്തു വരും. വേദനയും വിഷമവും സഹിക്കാൻ കഴിയാതെ ജനങ്ങൾ പുറത്തുനിന്ന് വിങ്ങുകയാണ്. പിന്നെ സപ്പോർട്ടടിക്കാനായിട്ട് അതിൻ്റെ പങ്ക് പറ്റിക്കൊണ്ട് സപ്പോർട്ടടിച്ച് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചായിരിക്കണം എന്ന് തന്നെ അയാൾക്ക് ഇട്ടുകൊടുക്കില്ല. അയാളുടെ നമ്പർ ഇങ്ങോട്ട് കൊണ്ടാൽ ഞാൻ വിളിച്ചു പറയാം. സർഗുരുവേ ശരണം. കേട്ടോ ഈ അമ്മ പറഞ്ഞേ കേട്ടോ? എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഈ നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വിഷമം അറിയാൻ പറ്റുമോ? ഈ പറയുന്ന താമരപ്പർണശാല എന്ന് പറയുന്നതിനും ഗുരുവിൻ്റെ സ്വർണ്ണ വിഗ്രഹം എന്ന് പറയുന്നതിനും എന്നോടും കുടുംബത്തിനോടും ആവശ്യപ്പെട്ടത് ആ ചൈതന്യ സ്വാമി 5 ലക്ഷം രൂപയും. മനസ്സിലായോ? 5 ലക്ഷം രൂപ എടുക്കാനില്ലെന്ന് പറഞ്ഞപ്പോൾ ആധാരം പണയം വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഈ ആധാരം ഒരുപാട് ആൾക്കാർ ആധാരവുമായി പണ്ട് പണയം വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ ആർക്കും എടുത്തു കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? 5 ലക്ഷം രൂപ അന്ന് ലിക്വിഡ് ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ആധാരം പണയം വെച്ച് കൊടുക്കുക. കാരണം നമ്മുടെ എല്ലാം നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ജന്മഗൃഹം എന്ന് പറയുന്നത് തറവാട് ഗുരുവിന് സമർപ്പിച്ചു. അതുകൂടാതെ എൻ്റെ അച്ഛൻ സമ്പാദിച്ച 10 സെൻറ്റ് സ്ഥലം അമൃതാജന് തട്ടിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 ലക്ഷം രൂപ നമ്മൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ 5 ലക്ഷം കൊടുക്കാൻ പറ്റത്തില്ല, 1.5 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു. മനസ്സിലായി? ഈ അമൃതാജൻ്റെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുത്തത്, തട്ടസമർപ്പണം പോലെ 1.5 ലക്ഷം ലിക്വിഡ് ക്യാഷ്. അപ്പം അങ്ങനെയൊക്കെ സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതവും ജീവനും സ്വത്തും എല്ലാം സമർപ്പിച്ചിരിക്കുന്ന നമ്മൾ ഒരു സുപ്രഭാതത്തിൽ അറിയാണ്, മനസ്സിലാക്കിയാണ്, അല്ലെങ്കിൽ കണ്ടെത്തുകയാണ്, അതിൻ്റെ തെളിവുകൾ വരികയാണ്. ഇവർ പെണ്ണ് പിടിക്കാനും കള്ളു കച്ചവടം ചെയ്യാനും മറ്റ് ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഇവരുടെ സുഖലോലുപതക്കും വേണ്ടി ഇവർ ലാവിഷായിട്ട് പണം ചിലവാക്കുന്നു. ഗുരു എന്തിനു വേണ്ടിയാണ്? ഈ ലോകനന്മയ്ക്ക് വേണ്ടിയാണ് പണം ചിലവാക്കിയെങ്കിൽ ഇവരുടെ സ്വന്തം കുടുംബങ്ങൾ വളർത്താനും ഇവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി, വയറ്റിപ്പഴപ്പിന് അന്നദാനം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത് അതല്ല. ഇത് സമ്പന്നതയിൽ വില കൂടിയ മദ്യങ്ങൾ, വില കൂടിയ മയക്കുമരുന്ന് ഉൾപ്പെടെ ഉപയോഗിക്കുന്നു. മനസ്സിലായില്ലേ? ഇത് കണ്ടെത്തിയാൽ നമ്മൾ പറയണ്ടേ? വിശ്വാസ സമൂഹത്തിനും ലോകത്തിനും പറ്റിക്കാൻ പാടില്ല ഗുരുവിൻ്റെ പേരിൽ. ഇവർ സ്വന്തം പേരിൽ ആശ്രമം തുടങ്ങിയിട്ട് പോട്ടെ. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഗുരുവിൻ്റെ പേരിൽ പ്രസ്ഥാനത്തിൽ കയറിയിരുന്നുണ്ട് ഇതുപോലെ ലോക വൃത്തികേട് കാണിക്കുമ്പോൾ. മനസ്സിലായോ? കൊല്ലം മയ്യനാടുള്ള അഖിലാജൻ്റെ എന്ന് പറഞ്ഞ ദയ, അവർ പോയത് എന്തുകൊണ്ടാണ്? ഈ ഗുരുരത്നൻ്റെ പീഡനങ്ങൾ സഹിക്കുക വയ്യാതെയാണ്. അന്ന് അവിടെ പോയിട്ട് മയ്യനാട് അടിയും കൊണ്ടാണ് തിരിച്ചു വന്നത്. ഈ അമൃതാജന്യ എന്ന് പറഞ്ഞവർ ഉൾപ്പെടെ അവിടുത്തെ പോലീസ് ഓഫീസർ കാല് പിടിച്ചിട്ടാണ് രക്ഷപ്പെട്ടത്. അന്ന് പറഞ്ഞ കള്ളക്കഥകളൊക്കെ വിശ്വസിച്ച് നമ്മൾ. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതിയിലേക്ക് അന്വേഷണം പോയപ്പോഴാണ്, കണ്ടെത്തിയപ്പോഴാണ്. നിങ്ങൾക്കും കണ്ടെത്താം, നിങ്ങൾക്കും മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കിത് നിയമ നടപടികളോട് സ്വീകരിക്കാമല്ലോ, അങ്ങനെ തെളിയിക്കാമല്ലോ. ഇതിൽ മൊത്തം സ്വർണ്ണമാണെന്നുള്ള ഗുരുരൂപം ഇല്ലേ? അതല്ലേ വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഗുരു ഒരിക്കലും അനുവദിക്കാത്ത രീതിയിൽ മദ്യക്കച്ചവടം. മനസ്സിലായ? പല ആൾക്കാരെയും പറ്റിച്ചുകൊണ്ട് അവന്മാരിൽ നിന്ന് പണം മേടിച്ച് മദ്യക്കച്ചവടം നടത്തി. അതിൻ്റെ വിവരാവകാശ രേഖകളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അമൃതാജന്യ ഉൾപ്പെടെ ഈ പരാതിയിലുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് വരെയും ഈ പരാതിയിലുണ്ട്. മനസ്സിലായോ? അതിൻ്റെ ആധികാരിക രേഖകൾ ഇപ്പോഴും വിവരാവകാശ കമ്മീഷൻ്റെ ഇത് ഫൈനലായിട്ട് എല്ലാം കിട്ടിയിട്ടില്ല. ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ A to Z കാര്യം ഞാൻ പറയും. മദ്യ കേസിൽ എന്താ സംഭവിച്ചതെന്നുള്ളത്, അന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. മനസ്സിലായോ? ഈ കള്ള് കച്ചവടമൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഇതൊന്നും മനസ്സിലാക്കാതെ മന്ദബുദ്ധികളെ പോലെ അഭിനയിച്ച് ജീവിക്കുന്ന, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് വേറെ പണിയില്ലേന്ന്. എനിക്ക് വേറെ ഒരുപാട് പണികളുണ്ട്. മനസ്സിലായോ? അതിൻ്റെ ഇടയ്ക്ക് ഈ പണിയും നടക്കുമല്ല. ഒഫീഷ്യലായിട്ടും അല്ലാതെയും പൊതുജനത്തിലും
എന്താ പറയുക, ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒത്തിരി കാര്യങ്ങൾ. ഇത് ഞാൻ മാത്രമല്ല, നിങ്ങൾ കാണും പോലെയല്ല. ഒരുപാട് ഗുരുവിൻ്റെ, യഥാർത്ഥ ബ്രഹ്മശ്രീ കരുണാകരഗുരുവിൻ്റെ ഭക്തർക്ക് വിഷമമുള്ള കാര്യങ്ങളാണിത്. മനസ്സിലായ? കൈ നനയാതെ മീൻ പിടിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് അതേസമയത്ത് ഗുരുരത്നനും അമർതാജിനും വേറെ ആശ്രമം കിട്ടി അവരെ ആരെ പറ്റിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നമ്മളുമായിട്ടത് ബന്ധപ്പെടുന്നില്ല. പക്ഷേ ഗുരുവിൻ്റെ പേരിൽ, നമ്മൾ വിശ്വസിക്കുന്ന ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ പോലും പറ്റിക്കാനായിട്ട് ഇനി നമ്മൾ അനുവദിക്കത്തില്ല. ഗുരുവിൻ്റെ 100ാമത് ജയന്തിയിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഓർപ്പിക്കുന്നു. മനസ്സിലായില്ലേ? ശാന്തിഗിരി പറ്റിച്ചിരിക്കുന്നവരെ പൊതുസമൂഹത്തിൽ നിന്ന് അതിൻ്റെ കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധനം സമാഹരിച്ചു ആ തെറ്റ് തിരുത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഹിതം നമ്മൾ വിടും. മനസ്സിലായോ? ഇനി ഒരിക്കലും ശാന്തിഗിരി ആശ്രമത്തിൽ ഈ ഗുരുരത്നനോ അമർതാജിനെയോ ഒരു മനുഷ്യനെ പറ്റിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കത്തില്ല. അതിനുള്ള സാഹചര്യം നമ്മൾ നശിപ്പിക്കുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? അത് നിയമ സംവിധാനത്തിലൂടെയും എല്ലായിടത്തും നമ്മളിത് ഫ്ലാഷ് ചെയ്യും. വെറുതെ അല്ല. അവർക്ക് നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കട്ടെ. നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കൂ, അങ്ങനെ തെളിയിക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, ഇങ്ങനൊരു വിഷയം ഇല്ലെന്നുള്ള തെളിയിക്കട്ടെ. ഇപ്പം അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. പ്രതിമയിൽ എത്ര കിലോ സ്വർണം ചേർത്തിട്ടുണ്ട്, അത് എന്ത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇവിടെ നടത്തിയിരിക്കുന്ന ഓരോ ഇല്ലീഗൽ ആക്ടിവിറ്റീസും അന്വേഷിക്കട്ടെ. മനസ്സിലായ? അത് അധികാരം പിടിച്ചു വെച്ച് പണം കൊടുത്തുകൊണ്ടും ഓരോ കാര്യസാധ്യങ്ങൾ ഉള്ള പണം കൊടുത്തുകൊണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഒരുപാട് നാളത്തേക്ക്, ഒരുപാട് നാൾ കുറച്ച് നാളും കുറച്ച് പേരെ പറ്റിക്കാൻ പറ്റും. ഒരുപാട് പേരെ പറ്റിക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെയല്ലേ നമ്മളിത് നിൽക്കുന്നത്. അല്ലാതെ എന്താ പറയുക, നിങ്ങളെപ്പോലെ അല്ലാത്ത ഒരുപാട് ആൾക്കാരുടെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇവരുടെ ഗുണ്ടകളുടെയൊക്കെ. മനസ്സിലായില്ലേ? പക്ഷേ എന്താണേലും ഇതിൻ്റെ ഒരു അന്ത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് ഗുരുവിൻ്റെ ഇഷ്ടപ്രകാരം ഈ പ്രസ്ഥാനം മരണം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കിതിലൊരു അധികാരവും വേണ്ട, അവകാശവും വേണ്ട. നമ്മൾ സമർപ്പിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുവിനാണ് സമർപ്പിച്ചത്. മനസ്സിലായില്ലേ? അതുകൂടാതെ തന്നെ ഇവർ വേറൊരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ജന്മഗൃഹത്തിൻ്റെ ഒരു കേസ് നടക്കുന്നുണ്ട്. കാരണം ഈ ആവരണ സൗധത്തിൻ്റെ തട്ടിപ്പും പണസമാഹരണവും തട്ടിപ്പും വെട്ടിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ, ഈ ഒരു ഗുരുരൂപത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണസമയം വന്നു ഇവർക്ക്. കാരണം വരുമാനം നിലച്ച്. കോവിഡ് വന്നപ്പോൾ തട്ടുസമർപ്പണത്തിൻ്റെ വരുമാനം 3.5 കോടി നിലച്ച്. അങ്ങനെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിർബന്ധിതമായിട്ട് ഓരോ വീട്ടുകാരിൽ നിന്ന് ഇത്ര രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ 10% ഗുരു എല്ലാ മാസത്തിലുള്ള കർമ്മദോഷത്തിനെ പോകാൻ വേണ്ടി ഇവർക്ക്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ കൊള്ളാമല്ല, നല്ല കാര്യമാണല്ലോ. എന്ത് നീച്ച പ്രവർത്തിയും ചെയ്തിട്ട് 10% ഗുരുവിന് കൊടുത്താൽ മതിയുണ്ട്. മനസ്സിലായോ? മാസം കർമ്മദോഷം വരും. ആ കർമ്മദോഷം മാറ്റാൻ വേണ്ടി ഈ പറഞ്ഞ 10% ഭയങ്കര തട്ടിപ്പ് തന്നെ. മനസ്സിലായോ? കൊടുക്കുന്നവരൊക്കെ സൂക്ഷിച്ചും കണ്ടും കൊടുക്കുക. മനസ്സിലായോ? ഗുരുവിന് കൊടുക്കണം, നല്ല കാര്യങ്ങൾക്ക് കൊടുക്കണം. പക്ഷേ അത് എവിടെ എത്തുന്നത്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചേർന്ന് ചെയ്യാനാണ്. അതിൽ ചില കാര്യങ്ങൾ മാത്രം അറിയിക്കും. എന്നുവെച്ചാൽ ഈ വരുമാനം കിട്ടേണ്ട കാര്യം മാത്രം അറിയിക്കും. വരുമാനം എവിടെയൊക്കെ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള അറിയിക്കുന്നില്ല. ഗുരു എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത് ഗുരുവിൻ്റെ. പക്ഷേ ഇവർ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഈ അമൃത എന്ന് പറഞ്ഞ കപട ഗുരു വന്നപ്പോൾ അവരിതെല്ലാം വഴിതെറ്റിച്ചു. ഗുരുരത്നൻ എന്ന് പറഞ്ഞാൽ ഗുരുരത്നനെ കൊണ്ടുവന്നത് തന്നെ എന്താണ്? ഗുരു 3 തലമുറ ഒരു അധികാര സ്ഥാനത്ത് ഇരുത്തരുതെന്ന് പറഞ്ഞാൽ അനിൽ ചേർത്തല കുടുംബത്തിൽപ്പെട്ടവനാണ് ഈ ഗുരുരത്നൻ. അവൻ ഈ പ്രസ്ഥാനം നശിപ്പിക്കുന്നു. ഗുരുവിൻ്റെ സമകാലികരായ ആൾക്കാരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഗുരു. അവരെല്ലാം ഇവനെ കൊണ്ടുവന്നപ്പോൾ സൂചിപ്പിച്ചതാണ് ഈ അമൃതാജിന്നേട്. അപ്പോൾ അതെല്ലാം ഗുരു നോക്കിക്കോളും, ഗുരു ദർശനിപ്പിക്കുക തന്നെ പറയണത് എന്ന് പറഞ്ഞ് ഇവർ മാറ്റി ഗുരുവചനങ്ങളെയും ഗുരുവിൻ്റെ ആശയത്തെ വരെയും മാറ്റി വെള്ളമല്ല ചേർത്തത്, വിഷം കലക്കിയ പോലെ ആയിപ്പോയി. അതിനിടയ്ക്ക് ഇവർ ഇത് 2019 ജന്മഗൃഹ സമുച്ചയം എന്ന് വെച്ചാൽ ജന്മഗൃഹം പൊളിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ വിഷമത്തിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് പണം വിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ജന്മഗൃഹം പൊളിക്കാൻ പോയപ്പോൾ എൻ്റെ അച്ഛൻ കൊണ്ട് ബഹുമാനപ്പെട്ട ചേർത്തല മുനിസിപ്പൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. മനസ്സിലായോ? അത് പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ആധികാരിക രേഖയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ അവിടെ പോലും ഇല്ലെന്ന് പറയുന്ന കുറേ രേഖകളുടെ ബാക്കി പത്രമായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇതെല്ലാം യഥാർത്ഥ ബൈലോ 78 പക്ഷെ അതിൻ്റെ കണ്ടിന്യൂഷൻ കുറേ നഷ്ടപ്പെട്ടു നശിച്ചു പോയിട്ടുണ്ട്. ഇവർക്ക് എങ്ങനെ അധികാരം കിട്ടിയെന്നുള്ളത് ഒരിടത്തും രേഖയില്ല. മനസ്സിലായി? ആധികാരിക ഒരു രേഖയില്ല. അപ്പോൾ ഇവർ കൊണ്ടുവന്ന് വെച്ചാൽ 2006 ഗുരു 99 ദേഹവിയോഗം ചെയ്തു. 2006 ബൈലോ എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ ഇതിൽ ഏറ്റവും രസകരം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ 27ാമത്തെ പേജിലാണ് ഈ ആശ്രമ വ്യവഹാരം എന്ന് പറഞ്ഞൊരു ഒരു പോർഷൻ ഉണ്ട്. ആശ്രമത്തിനുള്ള വ്യവഹാരങ്ങൾ ബി എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുകളിൽ. അതിൽ പറഞ്ഞിരിക്കുന്നത് ആശ്രമത്തിനെതിരായുള്ള വ്യവഹാരങ്ങൾ നെടുമങ്ങാട് കോടതിയിൽ മാത്രമേ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ഫയൽ ചെയ്യാത്ത ഒരു കേസും ആശ്രമത്തിനെതിരായ കേസുകളായി പരിഗണിക്കുന്നതല്ല. ആശ്രമത്തിനെതിരായുള്ള എല്ലാ കേസുകളിലും ആശ്രമത്തിനെ പ്രതിനിധീകരിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിരിക്കും. ശിഷ്യപൂജയുടെ പേരിലോ എതിരായോ യാതൊരുവിധ വ്യവഹാരങ്ങളും ഫയൽ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന്. ഇതെന്താ, ഇവർ നിയമത്തിന് അതീതരാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇവർക്ക് ബാധകമല്ലേ? അപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്നത് ഗുരുസ്ഥാനീയായ ശിഷ്യപൂജിത ആത്മീയ ഗുരുവായി അംഗീകരിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു നിയമ നടപടികൾക്കും വിധേയാകാൻ പാടില്ലാത്തതാകുന്നു. ഇത് അംഗീകരിച്ചു കൊടുത്ത ജില്ലാ രജിസ്ട്രാർ ശരിക്കും പറഞ്ഞാൽ പ്രതിയാണ്. മനസ്സിലായ? കാരണം ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിയിലാണ് ഗുരു ഒരു ബൈലോ അമെൻമെൻറ്റ് ചെയ്യണ കാര്യം 1997-98 കാലഘട്ടങ്ങളിൽ ഗുരു സെറ്റ് ചെയ്തപ്പോൾ ഗുരു പറഞ്ഞെന്താണ്? നിയമവ്യവസ്ഥയിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇവരെന്ത് വലിയ ക്രിമിനൽ കുറ്റമാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വായിച്ച് പഠിക്കണം. മനസ്സിലായോ? ഇത് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടിയതല്ല. ബഹുമാനപ്പെട്ട ചേർത്തല മുനിസിപ്പൽ കോടതിയിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്താണ് അവർ കൊടുത്തതിൽ. 2017 ബൈലോയും ഈ ബൈലോയുമാണ് കൊടുത്തിരിക്കുന്നത് അവർ ആധികാരിക. പിന്നെ ഒരു കരമടച്ച രസീതും. മനസ്സിലായോ? ഗുരുവിൻ്റെ പേരിൽ കരമടക്കുന്ന ഒരു രസീതുമാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവരുടെ ആധികാരിക രേഖ. ജന്മഗൃഹത്തിൽ ഗുരുവിൻ്റെ പേരിൽ കിടക്കുന്ന ആ പ്രോപ്പർട്ടിക്ക് ഇവർക്ക് എന്ത് അധികാരം? നമ്മൾ ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾ അതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് അവിടെ ആരാധന നടത്താനും നമസ്കരിക്കാനും ഉള്ളതല്ല. അവിടെ എന്ത് ചെയ്യണമെങ്കിലും നമ്മളോട് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പം അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? എന്ത് വൃത്തികേടാണ്, എന്ത് നിയമവിരുദ്ധമായ കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന് അംഗീകാരം ജില്ലാ രജിസ്ട്രാർ കൊടുത്തിരിക്കുന്നു. മനസ്സിലായി? ഇവർ ഒപ്പിട്ട് കൊടുത്ത് അങ്ങനെ കൊടുത്തെങ്കിലല്ലേ ഇവർക്ക് ആധികാരികമായിട്ട് കോടതിയിൽ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും, ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഇങ്ങനൊരു രേഖ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടില്ല നമുക്ക്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഇവർ സമർപ്പിച്ചതിൽ നിന്ന് കിട്ടിയത്. ഇത് ജില്ലാ രജിസ്ട്രാർ അപ്രൂവൽ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ പോലും ഗുരു ഇങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല. മനസ്സിലായോ? ഇന്ത്യൻ നിയമവ്യവസ്ഥക്ക് താഴെ നിൽക്കുന്ന കാര്യങ്ങളാണ്, അതിന് അധീനതയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇത് അതീതമായ കാര്യങ്ങളല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇതൊക്കെ മണ്ടന്മാരായ വിശ്വാസ സമൂഹം മനസ്സിലാക്കുന്നില്ല. ഇന്നിപ്പോൾ ആശ്രമ സംവിധാനത്തിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ വർഷവും സിദ്ധ മെഡിക്കൽ കോളേജ്, ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്ന് മൊത്തം 55 സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയാണ്. ആ 55 അതിൽ കൂടുതൽ കിട്ടും. എന്നാലും ഞാൻ പറയുന്നത് മിനിമം 55 സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയാണ്. ഈ പാലക്കാട് ആയുർവേദ കോളേജ് ആയാലും കൊള്ളാം, തിരുവനന്തപുരത്ത് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് ആയാലും കൊള്ളാം. ഇവിടെയെല്ലാം പഠിക്കുന്ന ഓരോ കുട്ടികളും 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം മിനിമം. 10 കൂടുതൽ മേടിക്കുന്നവരുണ്ട്. ഓരോ സാഹചര്യം അനുസരിച്ചാണ് ഇവർ മേടിക്കുന്നത്. 10 മിനിമം. ഇതൊക്കെ ആധികാരിക രേഖയുള്ളതാണ്. മനസ്സിലായത്? അപ്പോൾ ആ 10 ലക്ഷം രൂപ വെച്ചാകുമ്പോൾ 5.5 കോടി രൂപയാണ് ഒരു വർഷം. എന്ത് ഡൊണേഷൻ മാത്രം. ഫീസ് വേറെ, പിന്നെ ഫുഡിൻ്റെ ഫീസ് വേറെ, പഠിക്കുന്ന ഫീസ് വേറെ, ഹോസ്റ്റൽ ഫീസ് വേറെ, മറ്റുള്ള എല്ലാ ഫീസുകളും വേറെ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡൊണേഷൻ, അക്കൗണ്ടബിൾ അല്ലാത്ത ഡൊണേഷൻ മാത്രമാണ് പറഞ്ഞ 5.5 കോടി. ഇതെല്ലാം ഗുരുരത്നൻ അവൻ്റെ സ്വകാര്യ സമ്പാദനത്തിലേക്ക് മാറ്റിയത്. ഇതൊന്നും ചോദിക്കാനോ അന്വേഷിക്കാനോ ഒരു വിശ്വാസമോ ഇല്ല. ഗുരു എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം കൊണ്ടുവന്നതെന്നറിയോ? കോളേജിലൊക്കെ അർഹതപ്പെട്ട കുട്ടികൾ പഠിച്ച് ഈ ഡൊണേഷൻ വാങ്ങിച്ചാൽ തന്നെ അതൊരു മിനിമം അവനെ കൊണ്ട് താങ്ങുന്നത് മേടിച്ചിട്ട് ആശ്രമത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനും ആ കോളേജിൻ്റെ ഡെവലപ്മെൻറ്റ്സിനുമാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഓരോരുത്തരുടെ വീട് നന്നാക്കണം, മണിയമ്പിള്ളയുടെയും ഈ ചെല്ലപ്പൻ പിള്ളയുടെയും വീട് നന്നാക്കാനല്ല. മനസ്സിലായി? അവരുടെ ബന്ധുക്കൾ നന്നാക്കാനല്ല. ഗുരു ഒരിക്കലും ഗുരുവിൻ്റെ കുടുംബത്തിന് പോലും ഒരു പ്രിവിലേജ് കൊടുത്തിട്ടില്ല. അത് മാതൃകയാണ്. മനസ്സിലായോ? ഒരാൾക്ക് പോലും ഗുരു ഒരു സംവിധാനത്തിലും ഒരു പ്രിവിലേജ് കൊടുത്തില്ല. ഗുരു പറഞ്ഞെന്താണ്? പരമ്പര, ലോകമാണ് നമ്മുടെ കുടുംബം. ആ രീതി കൊണ്ടുവന്ന സാഹചര്യത്തെയാണ് മാറ്റിമറിച്ചുകൊണ്ട് ഈ രീതിയിലേക്കാക്കിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് എല്ലാവരെയും. ബാക്കി കാര്യങ്ങൾ പിന്നെ മറ്റുള്ള ഇതിൽ, കാരണം ഇങ്ങനെ വിളിച്ചിട്ട് ആൾക്കാർ സംസാരിക്കുമ്പോൾ അത് സൂക്ഷിച്ച് കണ്ട് വേണം സംസാരിക്കാൻ എന്ന് വിശ്വാസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. സദ്വിശ്വാസം.